നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. മുണ്ടക്കലിടം ശ്രീ പരദേവതാ ക്ഷേത്രത്തിന്റെ നാഗപ്രതിഷ്ഠാ ദിനവും തൃപ്പുത്തരി തിറ മഹോത്സവവും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നുചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് മകരം 1. മകരസംക്രമം, സൂര്യന്റെ അയനങ്ങളിലെ വിവിധ സംക്രമദശകളിൽ ഒരു വിശേഷപ്പെട്ട ദിവസമാണിന്ന്. ഇന്ന് ഉത്തരേന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാകുംഭമേള നടക്കുന്ന ദിവസവുമാണ്. ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെയാണെങ്കിൽ മഹാദേവന്റെ ജന്മദിനമായ തിരുവാതിര മഹോത്സവമായി. അപ്പൊ തിരുവാതിര മഹോത്സവം, മകരസംക്രമോത്സവം, ആ കൂട്ടത്തിൽ നിങ്ങളുടെ പുത്തരിത്തിറ മഹോത്സവം എല്ലാം ഭംഗിയായി നടക്കുന്നു. ഈ നടക്കുമ്പോ ഇവിടെ തിറ കാണാനും ഉത്സവത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ, മന്ത്രങ്ങൾ, ചടങ്ങുകൾ, പ്രദക്ഷിണം, പ്രാർത്ഥന ഇവയിൽ പങ്കെടുക്കാനും എല്ലാമാണ് നിങ്ങളിവിടെ വന്നത്. അതിന്റെ ഇടയിൽ എന്തിനാണ് ഒരു പ്രഭാഷണം? ഈ അമ്പലവും ഈ ഉത്സവവും ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന് നമുക്കൊന്ന് കൂടിയിരുന്ന് ചിന്തിക്കാനാണ്. ഒന്നിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരച്ചു കത്തുമ്പോഴാണ് നമ്മൾ പ്രകാശമുണ്ടാവുന്നത്. മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് അഗ്നി ഉണ്ടാക്കുന്നത് ഒരച്ചു കത്തിച്ചിട്ടാണ്. അങ്ങനെ ഒരച്ചു കത്തിച്ച് തീയുണ്ടാക്കാൻ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യന് വികാസം ആരംഭിച്ചത്. പക്ഷിമൃഗാദികൾ മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ആരും തീ ഉണ്ടാക്കിയിരുന്നില്ല. കാട്ടുതീയിൽ ചിലപ്പോ കാട്ടുതീയിൽപ്പെട്ടും വെന്തുപോയിട്ടുണ്ടാകാം. വെളിച്ചം ഉണ്ടാക്കാൻ അവർക്കറിയില്ലായിരുന്നു. ആകാശത്തെ സൂര്യപ്രകാശവും രാത്രിയിലെ ചന്ദ്രപ്രകാശവും മാത്രമായിരുന്നു അവർക്ക് വെളിച്ചം. ഞാനിവിടെ വന്നപ്പോ വരുന്ന വഴിയിൽ ആദ്യം കണ്ടത് കുറെ ചൂട്ടുകളാണ്, ഓലച്ചൂട്ടുകൾ. ഓലച്ചൂട്ടെന്ന് പറയുന്നത് വെറും ഒരു തമാശ കളിയല്ല. ഓലച്ചൂട്ട് മനുഷ്യ സംസ്കാരത്തിന്റെ 2 പ്രതീകങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. എന്താണ് ഓലച്ചൂട്ട്? ഓലച്ചൂട്ട് ഐക്യത്തിന്റെ പ്രതീകമാണ്, 2 ജനാധിപത്യത്തിന്റെ പ്രതീകവുമാണ്. എങ്ങനെയാണെന്ന് അതാകുന്നത്? ഇപ്പൊ ടോർച്ചും മൊബൈൽ, ഇപ്പൊ ടോർച്ചും ഇല്ല, ഓലച്ചൂട്ടും ഇല്ല, എല്ലാം മൊബൈലിന്റെ വെളിച്ചത്തിലല്ലേ. ടോർച്ച് വന്നതോടുകൂടിയാണ് ചൂട്ട് പോയത്. ടോർച്ചിന്റെ പ്രത്യേകത ഏകാധിപത്യമാണ്, വെളിച്ചത്തിന്റെ ഏകാധിപത്യമാണ് ടോർച്ച്. കാരണം അങ്ങോട്ട് അടിക്കുക, ഇങ്ങോട്ട് എന്നെ അടിക്കൂലല്ലോ. ടോർച്ചും കത്തിച്ചു വരുന്ന ആളെ ടോർച്ചിന്റെ വെളിച്ചം കാണാന്നല്ലാതെ ആരാണ് ആ ടോർച്ചിന്റെ പുറകിലെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ടോർച്ച്, ഏകാധിപത്യത്തിന്റെ വെളിച്ചമാണ്. എന്നാ ചൂട്ടോ? ചൂട്ട് ജനാധിപത്യത്തിന്റെ വെളിച്ചമാണ്. ആരെങ്കിലും വഴിയിൽ കണ്ടാൽ ഇത് നന്നായിട്ടൊന്ന് വീശും, അപ്പൊ എന്നെയും കാണാം നിന്നെയും കാണാം, അല്ലേ? ചൂട്ട് ജനാധിപത്യമാണ്. എനിക്കും നിനക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന വെളിച്ചമാണ് ഓലച്ചൂട്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഓലച്ചൂട്ടിന്റെ പ്രത്യേകത, ഓലച്ചൂട്ട് ടീം ബിൽഡിങ്ങിന്റെ ഒരുമിച്ച് നിൽക്കുന്ന. ആരാ ഒരുമിച്ച് നിർത്തുന്നത്? ചൂട്ടിന്റെ അതേ മോഡലാണല്ലോ ചൂല്. പക്ഷെ ചൂല് ഒരു വഴിക്ക് പോകുമ്പോ ചൂല് കണി കണ്ട അശ്രീകരമാണ്, അല്ലേ? എന്തുകൊണ്ടാ? ചൂലിനെ കെട്ടുന്നത് മറ്റൊരു കണ്ണി കൊണ്ടാ. ചൂല് കെട്ടുന്നത് മറ്റൊരു കണ്ണി കൊണ്ടാ. ചൂട്ട് കെട്ടുന്നതോ കൂട്ടത്തിലൊരു കണ്ണി കൊണ്ടാ. കൂട്ടത്തിലുള്ള ആള് തന്നെ അതിനെ ചേർത്ത് നിർത്തുകയാണ്. ചേർത്ത് നിർത്തുക മാത്രമല്ല, ആ ചേർത്ത് നിർത്തുന്ന ലീഡർ ഉണ്ടല്ലോ, ഈ കെട്ടുന്ന കണ്ണി, അത് ഒന്നിച്ചു നിന്ന് കത്തുകയും ചെയ്യും, അല്ലേ? കൂടെ നിൽക്കും. നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന ലീഡർഷിപ്പിന്റെ പ്രതീകമാണ് ചൂട്ടിന്റെ കണ്ണി. അതുകൊണ്ട് പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കടകഥയുണ്ടായിരുന്നു. കെട്ടുപോയാൽ ആളിക്കത്തും, ആളിക്കത്തുമ്പോ കെട്ടുപോകും. എന്താ അത്? ചൂട്ട്. ചൂട്ടിന്റെ ഒരു കെട്ടുണ്ടല്ലോ, അത് പോയാൽ ആളിക്കത്തും. ആളിക്കത്തുമ്പോ അതിന്റെ അടുത്ത കെട്ട് പോകും.
ഇത് ഞാനിപ്പോ സ്കൂളിൽ പോയാൽ ചോദിക്കാറില്ല. ഉത്തരം പറഞ്ഞാൽ കുട്ടികൾ ചോദിക്കുക എന്നാ സാധനം. അവര് ചൂട്ട് കണ്ടിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ചൂട്ട് നമ്മൾ കത്തിക്കുന്നു, നാട്ടുവെളിച്ചമാണ്. നമ്മുടെ നാട്ടുവെളിച്ചം ചൂട്ടായിരുന്നു. അരണി കടഞ്ഞിട്ടാണ് പണ്ട് ഹോമങ്ങളിൽ അഗ്നിയുണ്ടാക്കിയത്. അരണി കടയെന്ന് പറഞ്ഞാൽ ഈ തൈര് കടയുന്ന മന്തിന് കാരിട്ട് തൈര് കടയുന്നില്ല, അതുപോലെ ഒരു മന്ത്, അതിന്റെ അടിയിൽ കല്ല് കത്തുന്ന കല്ല്, ആ കല്ലും ഉരക്കുമ്പോ അതിന്റെ ഇടയിൽ ഉണങ്ങിയ ഇലകൾ വെച്ചിട്ട് തീപിടിപ്പിക്കുന്നതാണ് അരണികടയിൽ. അരണികടയിൽ എന്താണെന്ന് കാണണമെങ്കിൽ നിങ്ങള് വൈശാലി എന്ന് പറഞ്ഞൊരു സിനിമ, MTയുടെ തിരക്കഥയിൽ, ആ സിനിമ കണ്ടാ മനസ്സിലാവും. അതിൽ അരണി കടയുന്ന ഋഷ്യശൃംഖനും വിഭാണ്ഡകമുനിയും കൂടി അരണി കടയുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അഗ്നി ഉണ്ടാക്കാൻ ആരംഭിച്ചു. അരണിക്ക് പകരം നമ്മൾ പിന്നെ തീപ്പെട്ടി ഉരക്കാൻ തുടങ്ങി. പിന്നീട് അതിനും കുറച്ചും കൂടി വന്നിട്ട് സിഗർ ലാമ്പ് കത്തിക്കാൻ തുടങ്ങി. അതും കൂടി ഇപ്പൊ മാറിയിട്ടിപ്പോ ടിക്ക് 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 അടുപ്പ് കത്തിക്കുന്ന ട്രിഗർ ഉണ്ടല്ലോ, അതാ ഗ്യാസിന്റെ. ഞാൻ പറഞ്ഞു വന്നത്, അവനവൻ ആവശ്യമായ വെളിച്ചം അവനവൻ ഉണ്ടാക്കാൻ അറിഞ്ഞപ്പോഴാണ് മനുഷ്യനുണ്ടായത്. പക്ഷിമൃഗാദികൾ തീ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. മനുഷ്യൻ പുറത്ത് അവന്റെ ഭക്ഷണം ചുട്ടുതിന്നാൻ, അവനെ ചുറ്റുവട്ടമുള്ള രാത്രിയിൽ ലോകങ്ങൾ കാണാൻ വെളിച്ചമുണ്ടാക്കാൻ ആരംഭിച്ചു. പിന്നെ എപ്പോഴാ മനുഷ്യൻ ദൈവത്തിന്റെ അടുത്തെത്തിയത്? ആ പുറത്തുള്ള വെളിച്ചം അകത്തുള്ള വെളിച്ചമാക്കി മാറ്റാൻ കഴിഞ്ഞപ്പോഴാണ് അവൻ മനുഷ്യനായത്, ദൈവത്തിന്റെ അടുത്തേക്ക് എത്തി. മനസ്സിലായോ? ഈ അകത്തുള്ള വെളിച്ചം തരുന്ന ആളെ എന്താ പറയാന്നറിയാവോ? അകത്തുള്ള വെളിച്ചം തരുന്ന ആളെ വെളിച്ചത്തിന് സംസ്കൃതത്തിൽ പറയുക ദിവം എന്നാണ്. ദിവം, ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ദിവം തരുന്നവനെ എന്ത് പറയും? ദൈവം. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അകത്ത് വെളിച്ചം തരുന്നവൻ. പുറത്തു വെളിച്ചം തരുന്നവൻ ആരാ? പുറത്തു വെളിച്ചം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും. ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. മനസ്സിലായോ? കൃഷ്ണൻകുട്ടി പുറത്തു വെളിച്ചം തരുന്നു. അകത്ത് വെളിച്ചം തരുന്നവനെ ഗുരു എന്ന് പറയും, ദൈവം എന്ന് പറയും. ദൈവവും ഗുരുവും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവം വെളിച്ചം തരുന്നു, ആ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരുവാൻ. ഗുരു എന്ന വാക്കിനർത്ഥം ഗും രുഗ്യതേ ഇതി ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഇരുട്ടകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ നിന്നെ ഞാൻ കാത്തുകൊള്ളാം എന്നാണോ? അല്ലല്ലോ. ദൈവത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ പുറത്തേക്ക് കളയാൻ മനുഷ്യൻ സ്വയം കൈക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. ഇന്നിപ്പോ ഉച്ചയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകൂ, സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനി. പാട്ട് കേട്ടില്ലേ? എന്താ ദർശനം? ആ 18 പടി കയറുമ്പോ യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ? അല്ല. ഇന്നത്തെ ദർശനം മകരവിളക്കേ മകരവിളക്കേ മലയിലെറിയ മണിവിളക്കേ. വെളിച്ചമാണ്. എല്ലാ അമ്പലത്തിലും തൊഴാൻ പോകുന്നത് വെളിച്ചത്തെയാണ്, അല്ലേ? വെളിച്ചത്തെ അല്ലേ? നമ്മളിപ്പോ നട അടച്ചാല് നട തുറക്കുന്നവരെ തൊഴാൻ കാത്തുവെക്കൂലേ? ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ അകത്ത് മാത്രമുള്ള ആളാണോ?
ഭാരതത്തിലെ തത്വശാസ്ത്രം, ദൈവതത്വശാസ്ത്രം പറയുന്നത് ഈശാവാസ്യം ഇതം സർവം എന്ന. എല്ലായിടത്തും ദൈവം ഉണ്ടെന്ന. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അത് ഈശാവാസ്യോപനിഷത്തിന്റെ മലയാള പാട്ടാ. അപ്പൊ ദൈവം വാതിലടച്ച് അകത്തിരിക്കില്ലല്ലോ, എല്ലായിടത്തല്ലേ. അപ്പൊ പിന്നെ വാതിൽ തുറക്കാൻ എന്തിനാ കാത്തുനിന്ന? ദൈവം നമ്മളെ കാണാനല്ല, നമ്മൾ ദൈവത്തെ കാണാനും അല്ല. വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്നത് ആ നടക്കുള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനാണ്. ആ വെളിച്ചം ഏറ്റുവാങ്ങാനാണ്. ആ വെളിച്ചം ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്നവരെ എന്ത് പറയും? അവനെ പറയുന്നൊരു വാക്കുണ്ട്, അറിയാവോ? വെളിച്ചത്തിന് സംസ്കൃതത്തിൽ പറയാ ഭ എന്ന. ശോഭ, ഭ. വെളിച്ചം ഉള്ളിലേന്തിയിരിക്കുന്നവനെ എന്ത് പറയും? ഭക്തൻ. പിടികിട്ടിയോ? അല്ലാതെ നേർച്ച നേർന്നവൻ, പുഷ്പാഞ്ജലി കഴിച്ചവൻ, ഭസ്മം തൊട്ടവൻ ഒന്നും മാത്രമൊന്നുമല്ല ഭക്തൻ. ഉള്ളിൽ വെളിച്ചമുള്ളവനാണ് ഭക്തൻ. അപ്പൊ ഉത്സവം എന്തിനാണ്? ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരം ഒരു മൃഗത്തിന്റെ ആണല്ലോ. മൃഗത്തിന്റെ എല്ലാ ഘടനയും നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. 2 കണ്ണ്, മൂക്കിന് 2 ഓട്ട. മൃഗങ്ങൾക്കും പക്ഷികൾക്കും മൂക്കിന് 2 ദ്വാരം. എന്നാൽ മനുഷ്യനൊരു 3 ദ്വാരം വെച്ചാറില്ല. ഇല്ല, 2 ചെവി അല്ലേ? ചോരക്ക് നിറം ചുവപ്പ്, ഹസ്തിയുടെ നിറം വെളുപ്പ്, എല്ലാം ഒരുപോലെയാ. ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമാണ്. ആ മൃഗത്തിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാവുന്നത് എപ്പോഴാ? നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടായപ്പോ. ആ വെളിച്ചം ഏറ്റുവാങ്ങാൻ കഴിയണം. ഇവിടെ നമ്മൾ മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, ഉണ്ണിയുണ്ടാക്കുന്നു, വിസർജനം നടത്തുന്നു. ആ പണിയെല്ലാം മൃഗങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ മൃഗീയ തൃഷ്ണയും നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്താ മൃഗീയ തൃഷ്ണ? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മത്സര്യം. കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ ഈ ശരീരത്തിന്റെ ചോദനയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ഭക്ഷണത്തിന്റെ മോഡല് മാറുമ്പോ ഇത് കൂടും. ഞാൻ ഉദാഹരണം പറയാം. ആമയും മുയലും പന്തയം വെച്ച കഥ എല്ലാരും കേട്ടിട്ടില്ലേ? അത് കേൾക്കാത്ത ലോകത്ത് ഒരു കുട്ടിയുമില്ല. ആ മുയല് കുതിച്ചോടി ഒട്ട മത്സരത്തിൽ. കുറെ അപ്പുറത്തി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ മെല്ലെ വരിക. എന്തിനാ തിരക്കിട്ട് പോന്ന്? നേരത്തെ എത്തിയാൽ 2 മെഡലൊന്നും കിട്ടൂലല്ലോ. ഒന്ന് വിശ്രമിച്ചിട്ടെല്ലാം പോയാ മതി. വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയിട്ട് സമ്മാനവും വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ. ഇപ്പോ സാഹിത്യത്തിൽ പുനർവായനയുടെ കാലമാണ്. ഡീകൺസ്ട്രക്ഷനിസമാണ്. പണ്ട് വായിച്ചതല്ല, പുതിയ വായനയുണ്ടാവണം. ഓരോ ആളും വായിക്കുമ്പോ ഓരോ ആൾക്കും പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഈ കഥയെ. ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീര. ആമ എന്ന് പറഞ്ഞാൽ ശരീരം. മുയലെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാ. ആമ മെല്ലെ നടക്കൂ, നമ്മുടെ ശരീരം മെല്ലെ വളരും. മനസ്സോ മുയലിനെ പോലെ കുതിച്ചോടും. ആമ മെല്ലെ, നമ്മുടെ ശരീരം മെല്ലെ വളരും. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടൂലേ? നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് 1/2 മണിക്കൂർ കൊണ്ട് മക്കൾ ഓടുന്ന പോട്ടെ, 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുമ്പിടാൻ? 6 മാസവും. LKG അംഗനവാടി പോകുമ്പോ 3 വയസ്സാവില്ലേ? 3ാമത്തെ വയസ്സിൽ പശുവിനെ ചെമ്മൂക്കിയാട്ടെ. പെറ്റിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവില്ലേ? മുലയൂട്ടുന്ന അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടിയോ? ഇതാടെ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി. 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 7 വയസ്സാവില്ലേ? 7 വയസ്സുള്ള ഒരു പശുവിൽ ചെന്നോക്കിയാട്ടെ 4 പെറ്റിട്ടുണ്ടാവും. 4 പെറ്റിട്ടുണ്ടാവും. നമ്മളെ കുട്ടികൾ മക്കളില്ലേ? നമ്മുടെ ശരീരം എല്ലേ വളരൂ. മനസ്സോ
മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടും. എന്തല്ല കാനൂല കുട്ടികൾ പറയുന്നു. എന്തൊരു ബുദ്ധിയാണ് കുട്ടികൾക്ക്, ഭയങ്കര ബുദ്ധി കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ ഒന്നിച്ച് പഠിച്ച ഉഷയുണ്ട് മുമ്പിലിരിക്കുന്നു. എന്റെ 10ാം ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിച്ച ഉഷ മുമ്പിലുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാ. ഫസ്റ്റ് ക്ലാസ് എത്ര ശതമാനാ? 60%. ഇന്ന് കുട്ടികളോട് ചോദിച്ചാൽ കുറ് എന്ത് ആർക്ക് വേണം? കാരണം ഫുൾ A+ കിട്ടണമെങ്കിൽ 90 അല്ലേ, 80A, 70B, 60% എന്ന് വെച്ചാൽ വെറും B മാത്രം കിട്ടിയ ഒരു കുട്ടി ഇപ്പൊ നാട്ടിലില്ല. കുട്ടികളിൽ എന്തൊരു ബുദ്ധിയാ, അവരുടെ ബുദ്ധി വളരുന്നു. മുയൽ കുതിച്ചു ഓടുക. പക്ഷേ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരം മുയലിനെ ഓവർടേക്ക് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടോ? നോക്കുക. മനസ്സുറങ്ങുകയും ശരീരത്തിന്റെ ചോദനകൾക്കനുസരിച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ സംസാരം മാറുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത്ര അമ്പലവും ഇത്ര പള്ളിയും ഇത്ര ഉത്സവവും ഇത്ര സ്കൂളും പറഞ്ഞിട്ടും എന്തേ നമ്മുടെ കുട്ടികൾക്ക് സംസ്കാരം വളരുന്നുണ്ടോ? സ്നേഹം വളരുന്നുണ്ടോ? ദയ വളരുന്നുണ്ടോ? കാരുണ്യം വളരുന്നുണ്ടോ? സാമൂഹ്യബോധം വളരുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. സ്കൂളും അമ്പലവും വളരുന്നു, പക്ഷെ സംസ്കാരം തളരുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും കഴിഞ്ഞ വർഷമുണ്ടായ മഹാദുരന്തത്തിൽ മരിച്ചുപോയവരുടെ എണ്ണം 400-ന് മേലെയാണ് അല്ലേ? ആ മരണത്തെ പറ്റി നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ അറിയുമോ കഴിഞ്ഞ 2024-ൽ 4217 ആള് മരിച്ച ദുരന്തം എന്താ നിങ്ങൾ അറിഞ്ഞു? ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ 4217 ആള് മരിച്ചു. എങ്ങനെയാ മരിച്ചെങ്ങനെയാ? റോഡപകടങ്ങളിൽ. റോഡപകടം ഉണ്ടാകുന്ന എങ്ങനെയാ? പ്രകൃതിയുടെ ദുരന്താണോ? പ്രകൃതിയാണോ? അല്ല. വണ്ടി ബ്രേക്ക് ഫെയിലായിട്ടാണോ? നല്ല വണ്ടിയായിപ്പോ, നല്ല ബ്രേക്കാ. ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടാണോ? അല്ല. സ്റ്റിയറിംഗ് ബ്ലോക്ക് ആയി പോയിട്ടാണോ? അല്ല. പിന്നെ ആക്സിൽ മുറിഞ്ഞു പോയിട്ടാണോ? അല്ല. പിന്നെ എന്താ? ഇതിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ് ഈ മരണം മുഴുവൻ നടന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ, കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോ, ഞാൻ ഏതാണ്ട് എണ്ണി ഇങ്ങോട്ട് വരുമ്പോ ഒരു 300-400 വാഹനം എന്നെ പാസ് ചെയ്തു പോയി. എല്ലാവർക്കും ഞാൻ ഡിമ്മ് കൊടുത്തു. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഡിമ്മ് തന്നാൽ ആകെ ഒരു 10-15 ഒരു ഡിമ്മ്. ഇങ്ങനെ ഈ 4217 ആള് മരിച്ചതിൽ ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. 280 ആള് മരിച്ചത് എതിരെ വന്ന വണ്ടി ഡിമ്മ് കൊടുക്കാത്തതിന്റെ പേരിൽ കണ്ണ് കാണാഞ്ഞിട്ട് വേറെ വണ്ടിക്കും വേറെ ചുമരിനും കൊണ്ട് അടിച്ചിട്ടാ. ആ 287 ആളെ കൊന്ന വിദ്വാന്മാർ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. കൊന്നവർ എന്ന് പറഞ്ഞാൽ ഡിമ്മ് കൊടുക്കാൻ ഇപ്പത്തുന്ന ഒരു താഴെ കൊടുക്കൊന്നും വേണ്ടല്ലോ. ഈ കൈയിന്റെ വിരൽ ഒന്ന് ഇങ്ങനെയാക്കിയാൽ മതി, എന്നാ ഡിമ്മായി. എന്നാ ഞാൻ കൊടുക്കൂലടാ. മതം. നിനക്ക് സൗകര്യമുണ്ട് പോയിക്കോ. അഹന്തയാണ്. റോഡിലിറങ്ങുന്ന മിക്ക ആൾക്കും ഇപ്പൊ ഡ്രൈവിംഗ് അറിയാം. റോഡിലിറങ്ങുന്നവർ ജനാധിപത്യ ബോധമില്ലാത്ത അഹന്തയുണ്ടാകുന്നതിന്റെ കാരണം എന്താ? ഭക്ഷണം. ഒന്ന് എല്ലാതല്ല, ഒന്ന് ഭക്ഷണം. ഇങ്ങനെ ശരീരം, മനസ്സ് പറയാ, എടാ റോഡ് കുറച്ച് സൈഡായി കൊടുത്തോ. അപ്പൊ മുയല് പറയാ സൈഡായി കൊടുക്ക്, ഓന്റെ കൂടിയല്ലേ റോഡ്, എന്റെ മാത്രമല്ലല്ലോ. അപ്പൊ ശരീരം പറയാ, ശരീരത്തിന്റെ ഉള്ളിൽ തിന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതിന്റെ മതം പറയാ, ഓന് വേണമെങ്കിൽ സൗകര്യം ഉണ്ട്, അപ്പുറത്തും സൈഡാക്കി പോയിക്കോട്ടെ, ഞാൻ സൈഡാക്കില്ല, ഞാൻ ഡിമ്മ് കൊടുക്കില്ല എന്ന അഹന്തയുണ്ടാക്കുന്ന, മതമുണ്ടാക്കുന്ന ഭക്ഷണം. ഇത് ഞാൻ എന്റെ കണ്ടുപിടുത്തല്ല. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, ഒരു മനുഷ്യന്റെ സകലമാന ചിന്തകളും നിയന്ത്രിക്കുന്നത് അവന്റെ ഹോർമോണുകളാണ്. ആ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണമാണ്. സത്വഗുണം ഉള്ള ഭക്ഷണമുള്ളവർ സാത്വിക ഗുണം കാണിക്കും, രജോ ഗുണമുള്ളവർ രാജസ ഗുണം കാണിക്കും, തമോ ഗുണമുള്ളവർ താമസ ഗുണം കാണിക്കും. സത്വ രജോ തമോ ഗുണങ്ങൾ. എന്താ സത്വഗുണം?
സ്നേഹം, ദയ, കാരുണ്യം സത്വഗുണമാണ്. രജോ ഗുണം അടിക്കണം, പിടിക്കണം, എറിയണം എന്നുള്ളത് നാളെ എരിവും പുളിയുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കുള്ള സ്വഭാവം. തമോ ഗുണം എന്താ? തമോ ഗുണം ഒരാഴ്ച പഴക്കമുള്ള ശവം, ഒരാഴ്ച പഴക്കമുള്ള ശവം തിന്നുന്നവരെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയാമോ? ഒരാഴ്ച പഴക്കമുള്ള ശവം. പക്ഷേ ആ ശവത്തിന് ക്ഷത്രിയന്റെ കൊലപ്പേര് ചേർക്കും, അത്രയേ ഉള്ളൂ. ക്ഷത്രിയന്റെ കൊലപ്പേരെന്താ? ബർമ്മമാരല്ലേ? ശവത്തിന് ബർമ്മ എന്ന് ചേർത്ത ഷവർമ്മ. മനസ്സിലായോ? ഒരാഴ്ച മുമ്പേ ചത്തതാ സാധനം. ഷവർമ്മ, കുഴിമന്തി ഇതല്ലേ കൂടുതൽ തിന്നുന്നത്. അത് തമോ ഗുണമാണ്. അത് തിന്നണ്ടാന്നോ ഞാൻ പറയുന്നില്ലേ, അതിന്റെ ഹോട്ടലുകാർ എന്നെ ഇവിടുന്ന് പൂ പഠിച്ചു കഴിയും. ഞാൻ പറഞ്ഞത് തിന്നുമ്പോ അതിനെ ബാലൻസ് ചെയ്യാൻ അതിന് കണക്കായി പച്ചക്കറി തിന്നണ്ടേ? പച്ചക്കറി തിന്നോക്ക്. കുട്ടികൾക്ക് സാമ്പാർ വിളമ്പി നോക്ക്. സാമ്പാർ വിളമ്പിയാൽ ഈ കനുഷ്യന്മാരെടുത്ത് പോയ സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയെ എന്ന് പറഞ്ഞ് ഭാര്യ വെക്കൂലേ? ആ ഭാര്യ വെക്കും പോലെ സാമ്പാർ വിളമ്പിയാൽ നേരത്തും അങ്ങോട്ട് അല്ലേ? ലഗ്നാൽ ചന്ദ്രദശ എന്ന് പറഞ്ഞിട്ട് നേരത്തും പോലെ വെണ്ടയ്ക്ക അങ്ങോട്ട്, മുരിക്കാക്കായി ഇങ്ങോട്ട്, കേരറ്റ് അങ്ങോട്ട്, എല്ലാം നിർത്തിയിട്ട് ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് വിളമ്പുന്ന ആളൊരു സ്വകാര്യം ചോദിക്കും, പീസും പൈനിയും പീസുണ്ടോ? ഇറച്ചി തീറ്റി സായിപ്പന്മാരെ ഇറച്ചി കൂടുതൽ തിന്നുന്നത്. പക്ഷെ അവര് ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോ 2 കഷ്ണം പച്ചക്കറി കൂട്ടിയിട്ടാ തിന്നുക. നമ്മളാണെങ്കിൽ പച്ചക്കറി മുഴുവൻ ഒഴിവാക്കി ഇറച്ചി മാത്രം തിന്നുക. ഇത് തമോ ഗുണസമ്പന്നമായ സ്വഭാവം ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമ്മളെല്ലാം 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത്, നിങ്ങൾ ആലോചിച്ചു, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇത്ര ഹോർമോൺ ഇല്ല. കാരണം എന്താ? ഉച്ചക്ക് കറി ചക്കക്കുരും വെള്ളരിക്കും ഓലൻ, രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോണാ? അതുകൊണ്ട് അന്ന് ആണും പെണ്ണും പ്രേമിക്കാൻ പേടിയ. 10ലെത്തുമ്പോഴാണ് ചെറിയ പ്രേമം വരിക. ഞാൻ ആ 10ാം ക്ലാസ്സിലെത്തുന്നവരെ ഇവിടെ കണ്ടിട്ട് വരില്ല. മനസ്സിലായോ? പിന്നെ ഇപ്പൊ കാണുന്നത് അന്ന് പേടിയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മാവിന് വർത്താനം പറയും. അഥവാ പ്രേമം വന്നിട്ടുണ്ടെങ്കിൽ ആരാദ്യം പറയും, ആരാദ്യം പറയും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫിൽ കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതിയിട്ട് രണ്ടും 2 വഴിക്ക് പോയി. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, പിന്നെ ഒരു വിവരമില്ല. പാള ചൂരിയും പോയി, ഒരു മറിഞ്ഞും പോയി. ഇപ്പൊ കുറെ ബിൽഡല്ലായതിനു ശേഷം അന്നത്തെ ചരക്കൻ ലേഡികളിൽ അന്വേഷിച്ചിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ അല്ലേ? ഇപ്പൊ പുറപ്പെട്ടില്ലേ? നല്ലതായിട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. പ്രേമം വന്നാൽ ആ ആരാധ്യം പറയും പറഞ്ഞ് മാറി നിൽക്കുകയല്ല. കാരണം അവന്റെ ഭക്ഷണം എന്താ? ആ ഭക്ഷണം എത്രയാ? ഇറച്ചി. നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും നമുക്ക് മരിച്ച ഒരു പേരേ ഉള്ളൂ. എന്ത്? ശവം എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ അടുത്തേക്ക് എത്തി. മനസ്സിലായോ? ഈ അകത്തുള്ള വെളിച്ചം തരുന്ന ആളെ എന്താ പറയാന്നറിയാവോ? അകത്തുള്ള വെളിച്ചം തരുന്ന ആളെ വെളിച്ചത്തിന് സംസ്കൃതത്തിൽ പറയുക ദിവം എന്നാണ്. ദിവം, ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ദിവം തരുന്നവനെ എന്ത് പറയും? ദൈവം. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അകത്ത് വെളിച്ചം തരുന്നവൻ. പുറത്തു വെളിച്ചം തരുന്നവൻ ആരാ? പുറത്തു വെളിച്ചം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും. ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. മനസ്സിലായോ? കൃഷ്ണൻകുട്ടി പുറത്തു വെളിച്ചം തരും. അകത്ത് വെളിച്ചം തരുന്നവനെ ഗുരു എന്ന് പറയും, ദൈവം എന്ന് പറയും. ദൈവവും ഗുരുവും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവം വെളിച്ചം തരുന്നു. ആ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരുവാണ്. ഗുരു എന്ന വാക്കിനർത്ഥം ഗും രുഗ്യതേ ഇതി ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഇരുട്ടകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ നിന്നെ ഞാൻ കാത്തുകൊള്ളാം എന്നാണോ? അല്ലല്ലോ. ദൈവത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ പുറത്തേക്ക് കളയാൻ മനുഷ്യൻ സ്വയം കൈക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. ഇന്നിപ്പോ ഉച്ചയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പ
രക്ഷയേകു സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാന്. പാട്ട് കേട്ടില്ലേ? എന്താ ദർശനം? ആ 18 പടി കയറുമ്പോ യോഗഭട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ? അല്ല. ഇന്നത്തെ ദർശനം മകരവിളക്കേ മകരവിളക്കേ മലയിലെറിയ മണിവിളക്കേ. വെളിച്ചമാണ്. എല്ലാ അമ്പലത്തിലും തൊഴാൻ പോകുന്നത് വെളിച്ചത്തെയാണ് അല്ലേ? വെളിച്ചത്തെ അല്ലേ? നമ്മളിപ്പോ നട അടച്ചാല് നട തുറക്കുന്നവരെ തൊഴാൻ കാത്തുവെക്കൂലേ? ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ അകത്ത് മാത്രമുള്ള ആളാണോ? ഭാരതത്തിലെ തത്വശാസ്ത്രം, ദൈവതത്വശാസ്ത്രം പറയുന്നത് ഈശാവാസ്യം ഇതം സർവം എന്ന. എല്ലായിടത്തും ദൈവം ഉണ്ടെന്ന. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അത് ഈശാവാസ്യോപനിഷത്തിന്റെ മലയാള പാട്ടാ. അപ്പൊ ദൈവം വാതിലടച്ച് അകത്തിരിക്കില്ലല്ലോ, എല്ലായിടത്തല്ലേ. അപ്പൊ പിന്നെ വാതിൽ തുറക്കാൻ എന്തിനാ കാത്തുനിന്ന? ദൈവം നമ്മളെ കാണാനല്ല, നമ്മൾ ദൈവത്തെ കാണാനും അല്ല. വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്നത് ആ നടക്കുള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനാ. ആ വെളിച്ചം ഏറ്റുവാങ്ങാനാണ്. ആ വെളിച്ചം ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്നവരെ എന്ത് പറയും? അവനെ പറയുന്നൊരു വാക്കുണ്ട്, അറിയാവോ? വെളിച്ചത്തിന് സംസ്കൃതത്തിൽ പറയാ ഭ എന്ന. ശോഭ ഭ. വെളിച്ചം ഉള്ളിലേന്തിയിരിക്കുന്നവനെ എന്ത് പറയും? ഭക്തൻ. പിടികിട്ടിയോ? അല്ലാതെ നേർച്ച നേർന്നവൻ, പുഷ്പാഞ്ജലി കഴിച്ചവൻ, ഭസ്മം തൊട്ടവൻ ഒന്നും മാത്രമൊന്നുമല്ല ഭക്തൻ. ഉള്ളിൽ വെളിച്ചമുള്ളവനാണ് ഭക്തൻ. അപ്പൊ ഉത്സവം എന്തിനാണ്? ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരം ഒരു മൃഗത്തിന്റെ ആണല്ലോ. മൃഗത്തിന്റെ എല്ലാ ഘടനയും നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. 2 കണ്ണ്, മൂക്കിന് 2 ഓട്ട. മൃഗങ്ങൾക്കും പക്ഷികൾക്കും മൂക്കിന് 2 ദ്വാരം. എന്നാൽ മനുഷ്യനൊരു 3 ദ്വാരം വെച്ചാറില്ല. ഇല്ല, 2 ചെവി അല്ലേ? ചോരക്ക് നിറം ചുവപ്പ്, ഹസ്തിയുടെ നിറം വെളുപ്പ്, എല്ലാം ഒരുപോലെയാ. ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമാണ്. ആ മൃഗത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാവുന്നത് എപ്പോഴാ? നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടായപ്പോ. ആ വെളിച്ചം ഏറ്റുവാങ്ങാൻ കഴിയണം. ഇവിടെ നമ്മൾ മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, ഉണ്ണിയുണ്ടാക്കുന്നു, വിസർജനം നടത്തുന്നു. ആ പണിയെല്ലാം മൃഗങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ മൃഗീയ തൃഷ്ണയും നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്താ മൃഗീയ തൃഷ്ണ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം. കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ ഈ ശരീരത്തിന്റെ ചോദനയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ഭക്ഷണത്തിന്റെ മോഡൽ മാറുമ്പോ ഇത് കൂടും. ഞാൻ ഉദാഹരണം പറയാം. ആമയും മുയലും പന്തയം വെച്ച കഥ എല്ലാരും കേട്ടിട്ടില്ലേ? അത് കേൾക്കാത്ത ലോകത്ത് ഒരു കുട്ടിയുമില്ല. ആ മുയല് കുതിച്ചോടി ഓട്ട മത്സരത്തിൽ. കുറെ അപ്പുറത്തി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ മെല്ലെ വരിക. എന്തിനാ തിരക്കിട്ട് പോന്ന്? നേരത്തെ എത്തിയ 2 മെഡലൊന്നും കിട്ടൂലല്ലോ. ഒന്ന് വിശ്രമിച്ചിട്ടെല്ലാം പോയാ മതി. വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയിട്ട് സമ്മാനവും വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ. ഇപ്പോ സാഹിത്യത്തിൽ പുനർവായനയുടെ കാലമാണ്. ഡീകൺസ്ട്രക്ഷനിസമാണ്. പണ്ട് വായിച്ചതല്ല, പുതിയ വായനയുണ്ടാവണം. ഓരോ ആളും വായിക്കുമ്പോ ഓരോ ആൾക്കും പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ഈ കഥയെ. ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ ആമ എന്ന് പറഞ്ഞാൽ ശരീരം. മുയലെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാ.
ആമ മെല്ലിയല്ലേ നടക്കൂ, നമ്മുടെ ശരീരം മെല്ലിയെ വളരൂ, മനസ്സോ മുയലിനെ പോലെ കുതിച്ചോടും. ആമ മെല്ലിയ, നമ്മുടെ ശരീരം മെല്ലിയല്ലേ വളരൂ. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടൂലേ? അല്ലേ? നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് മക്കൾ ഓടുന്ന പോട്ടെ, 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുമ്പിടാൻ? 6 മാസവും. LKG അംഗനവാടി പോകുമ്പോ 3 വയസ്സാവില്ലേ? 3ാമത്തെ വയസ്സിൽ പശുവിനെ ചെമ്മുക്കിയാട്ടെ പെറ്റിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവില്ലേ? മുലയൂട്ടുന്ന അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടിയോ? ഇതാണ് 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി. 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 7 വയസ്സാവില്ലേ? 7 വയസ്സുള്ള ഒരു പശുവിൽ ചെമ്മുക്കിയാട്ടെ 4 പെറ്റിട്ടുണ്ടാവും. 4 പെറ്റിട്ടുണ്ടാവും. നമ്മളെ കുട്ടികൾ കൊച്ചു മക്കളില്ലേ? നമ്മുടെ ശരീരം മെല്ലിയെ വളരൂ. മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടും. എന്തല്ല കാനൂല കുട്ടികൾ പറയുന്നു. എന്തൊരു ബുദ്ധിയാണ് കുട്ടികൾക്ക്, ഭയങ്കര ബുദ്ധി കേട്ടോ. ഞാൻ ഈ പറയുന്ന തമാശയൊക്കെ അങ്ങ് വിടുക. വിഷയം നമ്മുടെ ഭക്തിയും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പ്രാർത്ഥനയും വർദ്ധിക്കുമ്പോഴും നമ്മുടെ ആളുകളുടെ മനസ്സ് ശരീരത്തിന് വിധേയമാണ്. ഒരു നിശ്ചിത പ്രായത്തുമ്പോ ഹോർമോൺ ഉൽപാദനം തുടങ്ങുമ്പോ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. ആ സമയം മുതല് നമ്മുടെ യുവാക്കളുടെ സ്വഭാവം മാറുന്നു. അവന് ഇളനീര് വെള്ളം വേണ്ട, കഞ്ഞിവെള്ളം വേണ്ട, അവന് പെപ്സി പോരാ, അവന് കൊക്കക്കോലയും പോരാ, അതും പോട്ടെ, അവന് ചുവന്ന വെള്ളം പോരാ, അതും പോരാ, ഏത് മദ്യവും പോരാ, അവന് കുംഭകർണം കുടിച്ച വെള്ളം വേണം. ആ വെള്ളം കുടിച്ചാ പോരാ. കുംഭകർണൻ ചോര കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും കുംഭകർണൻ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. അതിലൊരു വരി കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. എന്തൊരു ഭീകരതയാണ്! പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ച് ഹരിശ്രീ കുറിച്ചവന് നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. അതാ പൂവച്ചൽ സ്കൂളിൽ ആ പാട്ടുപാടി തുള്ളുന്ന കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പേന കത്തി കൊണ്ട് പള്ളക്ക് വിദ്യാരംഭം കുറിച്ചു. അല്ലേ? കേരളത്തിലെ 100-200 സ്കൂളുകളിൽ +1 വരുന്ന ദിവസം +2 വരൂല, +2 വരുന്ന ദിവസം +1 വരണ്ട. കാരണം +1കാരും +2കാരും തമ്മിൽ അടിക്കാനാണോ? നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം എന്താ നമ്മളോട് പറയുന്നത്? രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം അശോക സ്തംഭം നമ്മളെ കാട്ടിത്തരും, മാഷന്മാർ പഠിപ്പിച്ചു തരും. പക്ഷെ ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല. സിംഹത്തെ എന്താണ്? സിംഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ 2 ഭാവങ്ങളുടെ പ്രതീകമാണ്. സിംഹങ്ങൾ കടിച്ചു കീറി ആക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട് സിംഹങ്ങൾ. രണ്ടാമത്തത് ടെറിറ്ററികൾ കീഴടക്കുന്ന ഗംഭീരമായ ശബ്ദത്തോടെ ഉലാത്തി അത്രയും പ്രദേശം തന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട് സിംഹങ്ങൾക്ക്. ഈ സ്വഭാവമുള്ളതുകൊണ്ടാണ് നമ്മൾ കാട്ടിലെ രാജാവായിട്ട് വലിയ ആനേനെ ആക്കിയില്ലല്ലോ. കാട്ടിലെ രാജാവാരാ? സിംഹം. പക്ഷെ ആ വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയൂ. അത് നമ്മക്കല്ലേ അറിയൂ കാട്ടിലെ രാജാവ് സിംഹമാണ്. പക്ഷെ നമ്മൾ കാട്ടിലെ രാജാവ് സിംഹത്തെ ആക്കാൻ കാരണം സിംഹത്തിന്റെ ഈ ഭാവമാണ്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ 2 ഭാവമുണ്ട്. ഒന്ന് മൃഗതൃഷ്ണ, കടിച്ചു കീറാൻ. 2 ഈ ലോകം കീഴടക്കാൻ, സത്യം അന്വേഷിക്കുവാൻ, ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള 2ാമത്തെ ഭാവം. കലിംഗ യുദ്ധം കണ്ട് കടിച്ചു കീറി കൊന്ന മനുഷ്യക്കൂട്ടത്തിന്റെ രക്തമൊലിച്ച് കിടക്കുന്ന കണ്ട് ഭയന്ന് മനം മടുത്ത് അശോകനാണ് പറഞ്ഞത്, ഹേ മനുഷ്യ, നീ ജനിച്ചത് കടിച്ചു കീറാനല്ല, കത്തിയെടുത്ത് കുത്താനല്ല. നീ ഈ ലോകത്തെ 4 ദിക്കുകളിലേക്ക് തിരിയൂ. അഭിമുഖമായി നിൽക്കുന്ന സിംഹങ്ങളെ പരാങ്മുഖമായി പോകൂ. തെക്കിലും വടക്കിലും കിഴക്കിലും പടിഞ്ഞാറിലും നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും NEWS അതാ ന്യൂസ് വാർത്തകൾ അന്വേഷിച്ച് 4 ദിക്കുകളിലേക്ക് പോകൂ. അതാണ് അശോക സ്തംഭം. നിങ്ങളുടെ ഉള്ളിലെ ഈ മൃഗതൃഷ്ണയാകുന്ന ആ സിംഹത്തെ കീഴടക്കി അതിന്റെ മേലെ വിജയം നേടുന്ന ദുർഗ, അതാണ് ചാർദോദരി. അല്ലേ? കടുവയുടെയും പുലിയെയും വാഹനമാക്കിയിരിക്കുന്നവൾ. അല്ലേ?
അയ്യപ്പൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ഹരിവരനെ തോൽപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ശരീരത്തിന്റെ മൃഗതൃഷ്ണയെ തോൽപ്പിക്കുമ്പോഴാണ് കാമം. കണ്ട ആളല്ല എനിക്ക് വേണം. ഇത് കൂടുമ്പോഴാണ് പണ്ട് സിനിമാ നടന്മാരെയും നടിമാരെയും MLA-നെയും MP-നെയും എല്ലാം ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ കാമത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ആളുകളെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പൊ വിവാദമായി. മനസ്സിലായോ അല്ലേ? അവിടെ പോയിട്ട് അവരുടെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള കുറെ എന്താ പറയാ അവരെ ഒജ്ഞാനന്മാർ കേരളത്തിൽ തുള്ളാനുണ്ട് ഇല്ലേ? അത് അവരെ കുറ്റം പറയണ്ട. അതിന്റെ കാരണം അവർക്ക് അടക്കാൻ അവന്റെ ശരീരത്തെ അടക്കാൻ പറ്റുന്നില്ല. അമ്പലത്തിൽ പോയിട്ടും സ്കൂളിൽ പോയിട്ടും അടക്കാൻ പറ്റുന്നില്ല. കാമം. 2 ക്രോധം. 45,000 ആളുകളെയാണ് ഇക്കൊല്ലം കൊന്നത്. യുദ്ധത്തിൽ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധത്തിൽ, പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ 45,000. ആ 45,000-ത്തിൽ പട്ടാളക്കാർ മരിച്ചത് കേവലം 5,000. ബാക്കി 40,000 ആളും മരിച്ചത് എങ്ങനെയാണെന്നറിയോ? പാവപ്പെട്ടവർ. എന്താണ് യുദ്ധമെന്നറിയാത്ത സ്കൂളിൽ പോയി ബോംബ് വീഴുന്നു, ആശുപത്രിയിൽ പോയി ബോംബ് വീഴുന്നു. ഇത്രയും ദൈവങ്ങളും ഇത്രയും പ്രാർത്ഥനയും യഹോവ, കർത്താവ്, അല്ലാഹു ഇല്ലേ ഇല്ലേ, കൃഷ്ണൻ, രാമൻ, ശിവൻ, ഇതെല്ലാം ലോകത്ത് ഇത്രയും വർദ്ധിച്ചിട്ടും 90% ആളുകൾ പ്രാർത്ഥിച്ചിട്ടും എന്തേ ഈ ക്രോധത്തെ അടക്കാൻ പറ്റുന്നില്ല? എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ക്രോധം അടക്കണ്ടേ? മറ്റുള്ളവരുടെ ക്രോധം അടക്കാം ഞാൻ ദേഷ്യപ്പെടുക. ഒരു കുട്ടിയെയും കൊണ്ട് ഒരാൾ നടന്നു പോകുമ്പോ കുട്ടി ഭയങ്കര കരച്ചൽ. കരയുമ്പോ കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് മുട്ടായി വാങ്ങിക്കൊടുത്തു. മുട്ടായി കിട്ടിയിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ചായയും കടിയും വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല. അപ്പൊ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. കുട്ടി കരച്ചൽ തുടരുന്നു. എന്തെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കരച്ചൽ നിർത്തുന്നില്ല. അപ്പോ കൂടെ നടക്കുന്ന ഇതെല്ലാം കാണുന്നുണ്ട്. അയാള് ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെന്തൊരു മനുഷ്യനെ ഞാനങ്ങാറ്റ ഇങ്ങനെ ചെയ്തു പോകും, നിങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്ന അടങ്ങ് മാധവ എന്ന് പറഞ്ഞു.